വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനം കൂടി അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിൽ ഉൾപ്പെടുത്തിയതായി NIAയുടെ റിപ്പോർട്ടുണ്ട്. Z കാറ്റഗറി സുരക്ഷയാണ് നിലവിൽ ജയശങ്കറിനുള്ളത്. CRPF ആണ് അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുക്കുന്നത്. 2024 ഒക്ടോബറിലാണ് ജയശങ്കറിന്റെ സുരക്ഷ Y വിഭാഗത്തിൽ നിന്ന് Z-ലേക്ക് ഉയർത്തിയത്. രാജ്യത്ത് എവിടെ പോകുമ്പോഴും സായുധരായ CRPF സേനാംഗങ്ങൾ അദ്ദേഹത്തിന് ശക്തമായ സുരക്ഷ ഒരുക്കും. 210 VIP-കൾക്കാണ് CRPF നിലവിൽ സുരക്ഷ ഒരുക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, ദലൈ ലാമ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് CRPF ആണ് സുരക്ഷ നൽകുന്നത്. ഏപ്രിൽ 22-ന് പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് VIP-കളുടെ സുരക്ഷയും ശക്തമാക്കിയിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഭീഷണിയുടെ ഗൗരവം എങ്ങനെയാണ് എന്നുള്ളത് അനുസരിച്ച് 5 വിഭാഗത്തിലുള്ള സുരക്ഷയാണ് രാജ്യത്ത് പൊതുവെ ഏർപ്പെടുത്താറുള്ളത്. X, Y, Z, Z+, SPG എന്നിങ്ങനെയാണ് സുരക്ഷാ വിഭാഗങ്ങൾ. ഇതിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സുരക്ഷാ സംവിധാനമാണ് Z+ കാറ്റഗറി. SPG സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് Z+. മുൻ പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഉന്നത രാഷ്ട്രീയക്കാർ എന്നിവർക്ക് Z+ സുരക്ഷ നൽകാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ ജീവന് ഭീഷണി നേരിടുന്നവർക്കാണ് Z+ സുരക്ഷ കൂടുതലായി നൽകുക. പ്രധാന രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, കമ്പനികളിലെ എക്സിക്യൂട്ടീവുകൾ എന്നിവർക്കും ഇത്തരത്തിൽ സുരക്ഷ നൽകാറുണ്ട്. സുരക്ഷയുടെ ഭാഗമായി സുരക്ഷ ലഭിക്കുന്ന വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല. യാത്രകൾ ചെയ്യുന്നതിനു മുൻപ് യാത്രാ സംബന്ധമായ മുഴുവൻ വിവരങ്ങളും ഉദ്യോഗസ്ഥരെ അറിയിക്കണം എന്നാണ്. 55 സുരക്ഷാ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സായുധ സംഘമാണ് Z+. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നാണ് Z+ വിഭാഗത്തിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. സുരക്ഷ നൽകേണ്ട വ്യക്തിക്കൊപ്പം മുഴുവൻ സമയം ഉണ്ടാകും. ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ, ആധുനിക സുരക്ഷാ വാഹനങ്ങൾ, കവചിത വാഹനങ്ങൾ, വീഡിയോ നിരീക്ഷണം, പരിശോധനകൾ നടത്താനുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയുടെ ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടാകും. കമാൻഡോകൾ സായുധ പരിശീലനവും ആയോധന കലകളിൽ വിദഗ്ധ പരിശീലനവും നേടിയവരുമാണ്. സുരക്ഷ നൽകേണ്ട വ്യക്തിയുടെ പദവി, സ്ഥാനമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സുരക്ഷ നൽകുന്നവരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകും. Z+ സുരക്ഷയിലുള്ളവർക്ക് വസതികളിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ല. ആഭ്യന്തര അന്തർദേശീയ യാത്രകളിൽ വ്യക്തിക്കൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാവും. Z+ സുരക്ഷ ശക്തമാണെങ്കിലും രാജ്യത്ത് നിന്ന് നിലവിലുള്ള ഏറ്റവും സുരക്ഷാ സംവിധാനം SPG ആണ്. പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രിമാർ, അവരുടെ കുടുംബം തുടങ്ങിയവർക്കാണ് SPG സുരക്ഷയുള്ളത്. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 1988-ലാണ് SPG രൂപീകരിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് SPG. മുതിർന്ന IPS ഓഫീസറായിരിക്കും SPGയുടെ തലവൻ. X കാറ്റഗറി സുരക്ഷ ഇന്ത്യയുടെ 5ാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ്. X കാറ്റഗറി 2 സായുധ പോലീസുകാരുടെ അകമ്പടിയാണ് ഈ സംവിധാനത്തിൽ ലഭ്യമാവുക. ഇവിടെ കമാൻഡോകൾ ഉണ്ടാകില്ല. Y കാറ്റഗറി സുരക്ഷ ഇന്ത്യയുടെ 4ാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ്. 1-2 NSD കമാൻഡോകളടക്കം 11 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക. Z കാറ്റഗറി സുരക്ഷ 4 മുതൽ 5 വരെ NSD കമാൻഡോകളും പോലീസുകാരും അടക്കം 22 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഈ വിഭാഗത്തിൽ ഉണ്ടാവുക. രാജ്യത്തെ ഏറ്റവും ഉയർന്ന 3ാമത്തെ സുരക്ഷാ സംവിധാനമാണിത്. ബാബ രാംദേവ്, നടൻ ആമിർ ഖാൻ തുടങ്ങിയവർക്ക് Z കാറ്റഗറി സുരക്ഷയാണ് ഉള്ളത്. Z+ കാറ്റഗറി സുരക്ഷ 10-ൽ കൂടുതൽ NSD കമാൻഡോകളും പോലീസുകാരും അടക്കം 55 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഉണ്ടാവുക. കമാൻഡോകൾ സായുധ പരിശീലനവും ആയോധന കലകളിൽ വിദഗ്ധ പരിശീലനം നേടിയവരും ആയിരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ Z+ കാറ്റഗറി സുരക്ഷയുള്ളവരാണ്. SPG കാറ്റഗറി സുരക്ഷ പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രിമാർ, അവരുടെ കുടുംബം തുടങ്ങിയവർക്കാണ് SPG സുരക്ഷ ഉള്ളത്. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 88-ലാണ് SPG രൂപീകരിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാണ് SPG പൂർണ്ണമായും. മുതിർന്ന IPS ഓഫീസറാണ് SPGയുടെ തലവൻ. ന്യൂസ് ഡെസ്ക്.